الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്ത് സുമറിലെ 41-ാമത്തെ ആയത്തിന്റെ വിശദീകരണമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്, തീർച്ചയായും നാം താങ്കൾക്ക് ജനങ്ങൾക്ക് വേണ്ടി സത്യപ്രകാരം ഈ ഗ്രന്ഥത്തെ ഇറക്കിയിരിക്കുന്നു. ആകയാൽ ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും പിഴച്ചു പോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. നീ അവരുടെ മേൽ കൈകാര്യകർത്താവൊന്നുമല്ല. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇതിൽ നമ്മൾ പറഞ്ഞു വരുന്നത് ആ ഭാഗമാണ് പറഞ്ഞു വരുന്നത്. അതിന്റെ മുമ്പ് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് വ്യക്തമായി മനസ്സിലാക്കിയ ഒരാൾക്ക് ഫമനിഹ്തദാ ഫലിനഫ്സി എന്ന് പറഞ്ഞതിന്റെ ആശയവും മനസ്സിലാകും. അതിന്റെ ഒരാൾ സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വല്ലവൻ വഴി തെറ്റിപ്പോയാൽ അതിന്റെ ദോഷം അവന് തന്നെയാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മേലെ പറഞ്ഞ ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഇറക്കിയ സത്യപ്രകാരം ഇറക്കിയ ഈ ഗ്രന്ഥത്തെ കുറിച്ചുള്ള പരാമർശം നമുക്ക് ബോധ്യപ്പെടുത്തി തരും. അപ്പൊ കുറെ സത്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. ഒരു സത്യത്തെ പിൻപറ്റിയാൽ, ഒരു യാഥാർത്ഥ്യത്തെ ഒരാള് പിൻപറ്റിയാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ആരെങ്കിലും അതിൽ നിന്ന് മാറിപ്പോയാൽ അതിന്റെ ദോഷവും അവന് തന്നെയാണ്. അതായത് കളവും അതുപോലെ തന്നെ വഞ്ചനയും മറച്ചുവെക്കലും പൂഴ്ത്തിവെക്കലും ഇതൊന്നും ഒരിക്കലും എന്താവുക, നിലനിൽക്കൂല. അതൊക്കെയും ഒരു കാലത്ത് പുറത്തു വരും. മനസ്സിലാകുന്നല്ലോ. സത്യം എന്ന് പറയുന്നത് എപ്പോഴും റസൂലുള്ളാഹി പറയുന്നത് സത്യം നന്മയിലേക്ക് നയിക്കും. കളവും വഞ്ചനയും അത് തിന്മയിലേക്ക് നയിക്കും, അത് നരകത്തിലേക്ക് എത്തിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഇവിടെ ഈ ഖുർആനിൽ കുറെ സത്യങ്ങളാണ് അല്ലാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിൽ, നബിയുടെ രാത്രി നമസ്കാരത്തിലെ സുജൂദിൽ പ്രാർത്ഥിച്ചിരുന്ന സുദീർഘമായ പ്രാർത്ഥനയുടെ ഒരു ഭാഗം ഇങ്ങനെയാണ്: നബിയുടെ രാത്രി നമസ്കാരത്തിലെ സുജൂദിലെ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗമാണ് അല്ലാഹുവേ നിന്റെ ഖൗല്. അല്ലാഹുവിന്റെ ഖൗല് ഏതാ? ഖുർആനാണ്. നിന്റെ വാക്ക്, നിന്റെ വചനങ്ങൾ അത് ഹക്കാണ്, സത്യമാണ് എന്ന് റസൂൽ രാത്രി നമസ്കാരത്തിലെ സുജൂദിലെ പ്രാർത്ഥനയിൽ പറയുന്നത് കാണാൻ കഴിയും. അപ്പൊ പരിശുദ്ധ ഖുർആൻ അതിന് ബോധ്യപ്പെടലാണ്. ഇപ്പൊ രാത്രി നമസ്കരിക്കുന്ന ആൾക്കാർ ആരാണ്? രാത്രി അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വ ഖായിമൻ യഹ്ദറുൽ ആഖിറ വ യർജു റഹ്മത റബ്ബി. അല്ലാഹു പറഞ്ഞതാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ആയത്തിലെ, ആയത്ത് പഠിച്ചതാണ്. അമ്മൻ ഹുവ ഖാനിതുൻ ആനാഅൽ ലൈലി സാജിദൻ വ ഖായിമൻ, രാത്രി സമയങ്ങളിൽ സുജൂദിലും ഖിയാമിലുമായിട്ട് നമസ്കരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അവർക്ക് ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ്. യഹ്ദറുൽ ആഖിറ വ യർജു റഹ്മത റബ്ബി, പരലോകത്തെ അവർ ഭയപ്പെടുന്നു, അല്ലാഹുവിന്റെ റഹ്മത്തിനെ അവർ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണ്
അപ്പൊ അത് ബോധ്യപ്പെട്ട് ഖുർആനിലാണ് എന്തുള്ളത്, ഈ മുന്നറിയിപ്പും താക്കീതും സ്വർഗം കൊണ്ടുള്ള സന്തോഷ വാർത്തയും റഹ്മത്ത് കൊണ്ടുള്ള പിന്നെ നിർദ്ദേശങ്ങളും അള്ളാഹിന്റെ ശിക്ഷയെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ ഖുർആനിലാണ്. അതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളാണ് എന്ന് പറഞ്ഞത്. അങ്ങനെ രാത്രി നിസ്കരിക്കുന്ന ആൾക്കാർ അവര് അത് പറയും, ഖൗലുൽ ഹഖ് എന്ന് പറയും. ഒരാൾക്ക് ഈ ഖുർആൻ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് അതിന്റെ ഗുണം അവന് കിട്ടും എന്നത് തന്നെയാണ് അല്ലാഹു തആല വളരെ വ്യക്തമായ രൂപത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ശരി, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് ഏതാണെന്ന് പറയണം. 10 108 പറഞ്ഞതുകൊണ്ട് അല്ലെ, കഴിഞ്ഞ ക്ലാസ്സില് 17 15 പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞോ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഇനി 27-ാമത്തെ സൂറത്ത് പറഞ്ഞു. 27 സൂറത്ത് നംല്. സൂറത്ത് നംലിലെ 92-ാമത്തെ ആയത്ത്. വായിച്ചോളെ. അവസാനത്തെ 3 ആയത്തുകളാണ് വായിക്കുക. അതാണ് എന്ന് പറഞ്ഞതിന്റെ ആശയം. ഈ പറഞ്ഞതാണ് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഒരാൾക്ക് പിന്നെ ഈ ഹിദായത്തിന്റെ മാർഗം കിട്ടുക? എവിടുന്ന് കിട്ടും? ആരെങ്കിലൊക്കെ പറയുന്നത് കേട്ടാൽ ഹിദായത്തിന്റെ മാർഗം കിട്ടുമോ? നമ്മൾ ഹിദായത്തിന്റെ മാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ദീനിയായ കാര്യമാണ്. ആണോ? ഉറപ്പല്ലേ? ദീനിയായ കാര്യമാണ് നമ്മൾ ഹിദായത്തിന്റെ മാർഗമായിട്ട് നോക്കുന്നത്. അതല്ലാതെ ദുനിയാവിന്റെ കാര്യമാണ്. ഒരാൾക്ക് കാറ് വാങ്ങണം. അപ്പൊ അയാൾ കാറ് വാങ്ങണം എന്നുള്ള കാര്യത്തിന് അയാൾക്ക് പ്രമാണം നോക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ കൈ എത്രയാണ് കാശുള്ളത് അതിനനുസരിച്ച് അയാൾക്ക് ഇഷ്ടപ്പെട്ട കാറ് വാങ്ങാം. അല്ലെ? വേണമെങ്കിൽ ഒരു മാരുതി വാങ്ങാം, വേണമെങ്കിൽ ഒരു ബെൻസ് വാങ്ങാം, അതിന്റെ അപ്പുറം വേണമെങ്കിൽ അത് വാങ്ങാം, ഇഷ്ടമുള്ളത് വാങ്ങാം. അതിന് പ്രമാണം നോക്കേണ്ട കാര്യമില്ല. ഒരാൾക്ക് വിശന്നാൽ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണമെങ്കിൽ അയാൾക്ക് മെനു എടുത്ത് ഇഷ്ടമുള്ളത് സ്വീകരിക്കാം. അല്ലെ? അയാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. എന്നാൽ തീരെ അങ്ങനെ പറ്റൂല. ഒരാൾക്ക് ഇഷ്ടമുള്ള പോലെ എനിക്കൊപ്പം തോന്നുക നിസ്കരിക്കണം, ഞാൻ വെറുതെ കണ്ട് നിസ്കരിക്കുക. അങ്ങനെ ഉണ്ടോ നിസ്കാരം? ഉണ്ടോ? ഇല്ല. എനിക്കങ്ങനെ തോന്നുകയാണത് ഇന്ന് ഉച്ച മുതൽ ഇന്ന് രാത്രി വരെ ഇന്ന് നോമ്പാണ്. ഉച്ച മുതൽ ഇന്ന് രാത്രി വരെ നോമ്പാണ്. പറ്റുമോ? ഇവിടെയാണ് ഒരാൾ സന്മാർഗം പ്രാപിക്കുക എന്ന് പറഞ്ഞ് വ്യക്തമായി ദീന് നോക്കണം എന്ന് പറയാൻ കാരണം. ഇപ്പൊ നമ്മളെ ദീനിൽ പല വിദ്യാർത്ഥികളും കടന്നുകൂടി. ഇപ്പൊ നബിദിനം നമ്മുടെ നാട്ടിൽ ഭയങ്കര ചർച്ചയാണ്. നബി ജനിച്ച നാട്ടിലില്ല, നബി മരിച്ച നാട്ടിലില്ല. കേട്ടോ? അവിടെ എന്തെങ്കിലും പോസ്റ്റ് കൊടുത്താലുള്ള കാലി കിട്ടാനിട്ടാ, ഈ ചമയക്കാനുള്ള ഈ ബൾബ് കിട്ടാനിട്ടാ, മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും സാധാരണ ഉള്ളതല്ലാത്ത ഏതെങ്കിലും ഒരു ബൾബ് ഈ റബീഉൽ അവ്വൽ മാസത്തില് ആയിരം കേറിക്കണോ? നമ്മുടെ നാട്ടിലെ പള്ളിയുടെ അവസ്ഥ എന്താ? നമ്മുടെ നാട്ടിലെ പള്ളികളുടെ അവസ്ഥ എന്താ? ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പള്ളിയാണ് ഏത്? ഹറമും അല്ലെ? ഏത് സുന്നി മുജാഹിദ് ജമാഅത്തൊക്കെ എങ്ങോട്ടാ പോണത്? ഹജ്ജിന് മുമ്പ് കൊടുക്കാ പോണത്? എവിടുക്കാ പോണത്? അല്ലെ? മക്കത്തോ മദീനത്തോ ശരിയല്ലെങ്കിൽ ഹജ്ജിന് മുമ്പ് നമ്മുടെ ആൾക്കാർ പോവോ? ഇല്ല. അപ്പൊ നബി ജനിച്ച നാട്ടിലുണ്ടോ മരിച്ച നാട്ടിലുണ്ടോ? എന്തുകൊണ്ടാ ഇല്ലാത്തത്? എന്തുകൊണ്ടാ ഇല്ലാത്തത്? പണ്ട് മുതലേ ഇല്ല, അന്ന് മുതലേ ഇല്ല. മനസ്സിലായല്ലോ? നബിന്റെ കാലം മുതൽ സഹാബത്ത് ആരും ചെയ്തിട്ടില്ല. നബി അങ്ങനെ കൽപ്പിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ചൈതന്യ പണ്ടേ ഉണ്ടെങ്കിൽ തലമുറകൾ കൈമാറി ഇത് വരും. ഉറപ്പല്ലേ? നബിന്റെ കാലത്തുള്ള എല്ലാ സംഗതിയും തലമുറകൾ കൈമാറി ഇന്നുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ.
അല്ലേ? അപ്പം ആ നാട്ടിലാണല്ലോ വഹി ഇറങ്ങിയത്, ആ നാട്ടിലാണല്ലോ ധീരപൂർത്തിയായത്. അപ്പൊ ആ നാട്ടിലേക്ക് അറിയാത്തൊരു കാര്യമാണെന്ന് ഉറപ്പായില്ലേ? ആ നാട്ടുകാർക്ക് അവരുടെ വാപ്പാർക്ക് അങ്ങനെ പോയി തലമുറകൾക്ക് പരിചയമില്ലാത്തൊരു കാര്യം എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഉണ്ടെങ്കിൽ അതിങ്ങനെ പാരമ്പര്യമായിട്ട് വരേണ്ടതാണല്ലോ. നമ്മളെ നാട്ടിൽ റബീഉൽ മാസം പറഞ്ഞപ്പോ, മാസം കണ്ടു എന്ന് പറഞ്ഞപ്പോ എല്ലാ പള്ളിക്കലും മഗ്‌രിബിന് ശേഷം മൗലിദ് കിതാബ് എടുത്ത് പാരായണം ചെയ്യാൻ തുടങ്ങി. അല്ലെ? ഈ മൗലിദ് കിതാബ് എന്നുണ്ടായതാ? ആരാണ് എഴുതിയത്? ഏത് കാലം കഴിഞ്ഞിട്ടാണ്? നബിയുടെ കാലത്തുണ്ടോ? സഹാബിയുടെ കാലത്തുണ്ടോ? 300 കൊല്ലം ഉണ്ടോ? 300 കൊല്ലം റസൂലുള്ളാ ജീവിച്ചിട്ട് 300 കൊല്ലം 3 നൂറ്റാണ്ടിലുണ്ടാവും? ഇല്ല. 5 നൂറ്റാണ്ടിലുണ്ടാവില്ല. ഈ പരിപാലനം തുടങ്ങുന്നത് 6-ാമത്തെ നൂറ്റാണ്ട് മുതലാണ്. ഇതുണ്ടാക്കിയ ആള് മരിക്കുന്നത് ഹിജ്റ 630-ലാണ്. ആദ്യമായിട്ട് തുടങ്ങിയ ആൾക്കാര്. ഇത് കഴിക്കുന്ന ആൾക്കാരുടെ മുമ്പ് ഇല്ലാത്ത കാര്യമാണ് പറഞ്ഞത്. മൗലിദ് കഴിക്കുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ. അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ. വളരെ വ്യക്തമാണ് സംഗതി. അപ്പൊ നമ്മൾ നോക്കേണ്ടതായോ, ഈ മൗലിദ് ആര് ഓതിയിട്ടില്ല? സിദ്ദീഖ് അക്ബർ ഓതിയിട്ടില്ല, ഉമർ ഖത്താബ് ഓതിയിട്ടില്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഓതിയിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് ഓതിയിട്ടില്ല, 4 മദ്ഹബിന്റെ ഇമാമുമാർ ഓതിയിട്ടില്ല. കാരണം ഓരോ ഗ്രന്ഥങ്ങളിലൊന്നും ഒരു വരി പോലും ഈ മൗലിദിനെ പറ്റിയില്ല. 4 മദ്ഹബിന്റെ ഇമാമുകളില്ല. ഷാഫിഈ ഇമാം, ഷാഫി മദ്ഹബാണ് ബന്ധുള്ള നമ്മുടെ നാട്ടിലൊക്കെ അല്ലെ? ഷാഫിഈ ഇമാമിന്റെ ഏത് കിതാബിലാണ് മൗലിദ് എന്നുള്ളത്? എവിടെ കാണാൻ കഴിയില്ല. നബി ജനിച്ചത് തന്നെ മുഹറം 10-നാണെന്നാണ് ആര് പറഞ്ഞത്? മുഹറം 10-നാണ് നബി ജനിച്ചതെന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുന്നത്. ഷെയ്ഖ് ജീലാനി ജനിച്ച ദിവസത്തിൽ വരെ തീരുമാനമില്ല. റബീഉൽ 12-നാണെന്നുള്ള അഭിപ്രായങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. അബ്ദുൽ ഖാദിർ ജീലാനി ആരാണ്? അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒഴിവാക്കാൻ പറ്റുമോ? മൊഹീദ്ദീൻ ഷെയ്ഖിന്? മൊഹീദ്ദീൻ ഷെയ്ഖ് പറയുകയാണെന്ത് മുഹറം 10-നാണ് നബി ജനിച്ചത്. മൂപ്പർ അഭിപ്രായം. നബി മരിച്ചത് റബീഉൽ 12-നാണ് ഏകാഭിപ്രായമുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. മരിച്ചത് റബീഉൽ 12-നാണ്. അതിൽ തർക്കമില്ല. ഇത് വെറുതെ പറയല്ല. മൈക്കനുള്ളത് ലോകം മുഴുവൻ കേൾക്കുകയാണ് ഈ പറയുന്നത്. വെറുതെ പറയല്ല, പ്രമാണമാണ് ഈ പറയുന്നത്. ഇതൊന്നും ഇന്നേ വരെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്തിനും സന്മാനം, ഞാനതാ പറഞ്ഞത്. കാരണം അപ്പൊ ഇത് പറയുമ്പോ എന്താ പറയാ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ല കാര്യമല്ലേ നമുക്ക് ഉണ്ടാക്കാനാ. നല്ല കാര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല കാര്യം നമ്മൾ ഉണ്ടാക്കിയതിന്റെ അർത്ഥം എന്താ? അള്ളാഹു റസൂൽ നമ്മളെ വഞ്ചിച്ചു. അള്ളാഹു റസൂൽ വഞ്ചകനാണ്, നമ്മുടെ സ്നേഹമല്ല. ഇത് ഞാൻ പറഞ്ഞ ഇമാം മാലിക് പറഞ്ഞതാണ്. ഇമാം മാലിക് ഷാഫി ഇമാമിന്റെ ഉസ്താദാണ്. ഇമാം മാലിക് പറയാണ്, ഈ ദീനിൽ ആരെങ്കിലും പുതിയൊരു കാര്യം ഉണ്ടാക്കിയാൽ അവൻ വാദിക്കുന്നത് എന്തായി അവന്റെ വാദം? റസൂൽ തന്റെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു. അള്ളാഹ് പറഞ്ഞ എന്തോ കാര്യം മറച്ചിട്ടു. കാരണം റസൂൽ പറഞ്ഞത്, നിങ്ങൾക്ക് സ്വർഗം കിട്ടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ എന്തൊക്കെ കാര്യം അത് മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെന്നാണ്. നമ്മൾ കേൾക്കണം, മനസ്സിലാക്കണം, നമ്മളെ സ്വന്തം ബുദ്ധി കൊണ്ട് ആലോചിക്കണം. ഇനി നബിയെ ആഘോഷിക്കാൻ വേണ്ടി പറയുന്ന മുഴുവൻ ആയത്തുകളും ഖുർആനിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഓരോ ആയത്തും പഠിച്ചു നോക്കി. നബിയെ ആഘോഷിക്കാൻ വേണ്ടി തെളിവ് പറയുന്ന സൂറത്ത് യൂനുസിലെ ആയത്ത്, ആ ആയത്തിന് തൊട്ട് മുമ്പുള്ള ആയത്ത് മനസ്സിലാവും. അത് നോക്കിയാൽ മനസ്സിലാക്കുന്നത് ഖുർആനാണ്. ഖുർആനെ കുറിച്ചാണ് റസൂൽ പറഞ്ഞത്. ഖുർആൻ പറയുന്നത് അള്ളാഹിന്റെ ഫദ്ല് കൊണ്ട് റഹ്മത്ത് കൊണ്ടും ആകെ സന്തോഷിക്കുക. അതിന് തൊട്ട് മേലത്തെ ആയത്തിൽ പറയുന്നത് എന്താണ് സംഭവം? ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയത് കൊണ്ട് സന്തോഷിക്കുക. അതാണ് നമ്മൾ റമദാൻ മാസം ഒരു മാസം നോമ്പ് നോറ്റിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ആ ആഘോഷമാണത്. ഒരു മാസം നോമ്പ് വെച്ചിട്ട് പെരുന്നാൾ ആഘോഷിക്കുന്നത് ആ ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ഖുർആനെ കുറിച്ച് നാം പറയുന്നത്. നബിന്റെ ജന്മദിനം തിങ്കളാഴ്ച, സംശയമില്ല. ജന്മദിനം തിങ്കളാഴ്ച. ജന്മദിനം, ജനിച്ച ദിവസം തിങ്കളാഴ്ച. ജന്മദിനം എങ്ങനെ ആഘോഷിക്കാൻ പറഞ്ഞത്? നോമ്പ് വെക്കാൻ പറഞ്ഞു. നോമ്പ് വെച്ചിട്ട് ആഘോഷിക്കാൻ പറഞ്ഞു. ജന്മദിനം നോമ്പ് വെക്കാൻ പറഞ്ഞു. റബീഉൽ അവ്വൽ 12 ആഘോഷിച്ചാൽ
റസൂൽ തിങ്കളാഴ്ച നോമ്പ് വെച്ചിട്ട് ഒരാള് റസൂലിനെ ഇത്തിബായി ചെയ്ത റസൂൽ അനുസരിച്ചു. റബീഉൽ അവ്വൽ 12-ന് നബിദിന ആഘോഷിച്ചാൽ ഹിജ്റ 630 മരിച്ച മുദഫറിനെ അനുസരിച്ചു. മറ്റേ റസൂലിനെ അനുസരിച്ചു, മറ്റേ മുദഫറിനെ അനുസരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ദീനിൽ ഒരു കാര്യം, അതാണ് നമ്മൾ ആയത്തിന് ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ദീൻ ഒരാൾ ഹിദായത്തിന്റെ മാർഗം സ്വീകരിച്ച ഗുണാണ്. ഇപ്പൊ ഞാൻ വെറുതെ കേട്ടിട്ട് ഞാൻ നബിദിന ആഘോഷിക്കുന്ന ഒരാള് കണ്ടുകൂട്ടി എനിക്ക് തോന്നുന്നു തരീന്ന് ഞാൻ നബിദിന ആഘോഷിക്കുന്നതാണ്, അതിന് ദോഷവരാണ്. കാരണം വിദ്യാർത്ഥാണ്, വിദ്യാർത്ഥി ദലാലത്താണ്, ദലാലത്ത് നരകത്തിലേക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ ദീനാണ് പൂർത്തിയാക്കി. ഇനി നമ്മളെ ഭാഗം ഒന്നും കൂടി ചേർക്കാൻ പറ്റൂല. നബി വഫാത്താകുന്ന ദിവസം എന്താണോ ദീന്, അതാണ് ഖിയാമത്ത് നാൾ വരെ ദീൻ. അത് അസ്ലാണ്, അടിത്തറയാണ്. റസൂൽ വഫാത്താകുമ്പോ എന്താണോ ദീൻ, അതാണ് ഖിയാമത്ത് നാൾ വരെ ദീൻ. നല്ലതാന്ന് പറഞ്ഞ് കൂട്ടാൻ പറ്റൂല എന്ന് ഉറപ്പല്ലേ? ഒരാൾക്ക് തോന്നാണ് സുബഹിന്ന് 3 റക്അത്ത് നിസ്കരിക്കാന്ന് തോന്നാണ്. മൂന്നാമത്തെ റക്അത്ത് എന്താ മോശ ആണോ? ഒരു റക്അത്തിൽ എന്താ ഉണ്ടാകുക? ഫാത്തിഹ മോശ, സൂറത്ത് മോശ, റുക്കൂ മോശ, സുജൂദ് മോശ. ഒരാൾ സുബഹി 3 റക്അത്ത് നിസ്കരിച്ച വിധി എന്താ? വിധി എന്താ? ഒരാൾ സുബഹി 3 റക്അത്ത് നിസ്കരിച്ചാൽ അതിന്റെ വിധി എന്താണ്? ഹുക്ം എന്താണ്? ബാത്തിലാണ് നിസ്കാരം. മടക്കി നിസ്കരിക്കണം, നിസ്കാരം ബാത്തില. എന്തുകൊണ്ടാണത്? നബി എന്താണോ പഠിപ്പിച്ചത് അതേ ചെയ്യാൻ പറ്റുള്ളൂ ദീനില്. ഒന്നും പുതിയതായി ഉണ്ടാക്കാൻ പറ്റില്ല. ഇത് പുതിയതാക്കി ഉണ്ടാക്കിയതാണ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഇവരെ ചെയ്യുന്ന പണി എന്താണ്? ഇത് നിർത്താൻ തയ്യാറല്ല. ഇൻഷാ അല്ലാഹ് കുറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിട്ടുണ്ട്. ഇതുപോലെ പണ്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകലും ജമാഅത്ത് പോകലും ജമാഅത്തിന് പോകലും ഹറാമാണ് പണിയുന്നത്, അല്ലെ? ഹറാമാണ്. ഹറാം എന്താ? കുറ്റം കിട്ടുന്ന കാര്യം എന്നാ പറഞ്ഞേ. ഇപ്പൊ അവിടുന്ന് മാറി പള്ളിയിൽ പോയിട്ട് കുഴപ്പമൊന്നുമില്ല, തിരക്കടൊന്നുമില്ല. പക്ഷെ പോണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെയാണ്, പോണ്ട കാര്യമൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പെണ്ണുങ്ങൾ പള്ളി പോകുന്ന നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. ജമാഅത്ത് പെണ്ണുങ്ങൾക്ക് നിർബന്ധമില്ല, ആണുങ്ങൾക്ക് നിർബന്ധമുള്ളൂ. പെണ്ണുങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി. എന്നാൽ ഒരു പെണ്ണ് ജുമാഅത്ത് വന്നാൽ അത് ഹറാമെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, കൂലി കിട്ടൂല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. റസൂലിന്റെ കാലത്ത് സ്ത്രീകൾ പള്ളി വന്നിട്ടില്ലേ? ഈത്തിക്കാഫ് വരെ ഇരിക്കണല്ലോ. ഈത്തിക്കാഫ് ഏത് പള്ളിയായിരിക്കുക? ജുമാഅയുടെ പള്ളിയിലെ ഈത്തിക്കാഫ് ഇരിക്കാൻ പറ്റുമോ? ഇല്ല. നബിയുടെ വഫാത്തിന് ശേഷം ഈത്തിക്കാഫ് ഇരുന്നു ഇമാം ബുഖാരിന്റെ ഹദീസ് കാണാം. അപ്പൊ അതിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇതുപോലെ ഇൻഷാ അല്ലാഹ് ചില ആൾക്കാർക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയ പ്രശ്നം, ഇത് അറിയാതെ ചെയ്ത് മരിച്ചു പോണ ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? ഹൗദിനോത്ത് കളിച്ച് ചിലപ്പോൾ വള്ളം കൊടുക്കും, ആട്ടി വിടും, സ്വർഗൻ എന്ന് പറയുന്ന അന്യത്ത് ദൂരെ പോന്ന് പറയും. അതിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി വഫാത്തായ മതത്തിൽ പലതും കൂട്ടിച്ചേർത്ത് അവര്. അവർ പ്രമാണം നോക്കണം. അവിടെയാണ് നമുക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ എന്ത് വേണ്ട വ്യത്യാസമാണ്. നമ്മളിത് പറയുമ്പോൾ ചോദിപ്പം ഇതൊക്കെ സാധാരണക്കാരല്ല, പണ്ഡിതന്മാരെ ചോദിക്കുക. നബിന്റെ കാലത്ത് നബിന്റെ കാലത്ത് ഉണ്ടാക്കാൻ പറ്റില്ല, നബിന്റെ കാലത്ത് പെൻഷൻ ചെയ്യണോ, നബിന്റെ കാലത്ത് ബിരിയാണി ചെയ്യുന്നോ എന്നൊക്കെ ചോദിക്കുക. അതിനാണ് ഞാനിത് പറഞ്ഞത്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പ്രമാണം നോക്കേണ്ട കാര്യമില്ല. മനസ്സിലാണ് പറഞ്ഞത്? നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചെയ്യാൻ കഴിക്കാം. പക്ഷെ പ്രമാണങ്ങളിൽ ചില ഭക്ഷണം ഹറാമാക്കിയിട്ടുണ്ട്. ആ ഹറാമായ ഭക്ഷണം ചെയ്യാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയണം, കഴിച്ചു കഴിഞ്ഞാൽ ഹംദ് പറയണം. അല്ലെ, വാഹനം നമുക്ക് ഇഷ്ടമുള്ള വാഹനം വാങ്ങാം. പക്ഷെ വാഹനത്തിൽ കയറുമ്പോഴത്തേക്ക് അത് വിമാനാണെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിലും ഒരു കാറാണെങ്കിലും സൈക്കിൾ ആണെങ്കിലും കയറുമ്പോൾ എന്ത് ചെയ്യണം? ഇനി പഠിക്കുന്നതൊക്കെ ചൊല്ലണം, അല്ലെ? അങ്ങനെ വേണ്ടത്. അവിടെയാണ് ദീൻ. അതേ സമയത്ത് ഇവിടെ മതത്തിന്റെ ഒരു ആചാരം എന്ന നിലക്ക് നമ്മളൊരു സംഗതി കൊണ്ട് നടക്കുമെന്ന് വേണം, അതിന് ദീനിൽ പ്രമാണം വേണം. ഇല്ലെങ്കിൽ വൈദ്യുതി പോകും. അതാണ് ഈ ആയത്ത്. ഓക്കെ, നിങ്ങൾ ആയത്തിലേക്ക് വരും. ഇന്നവാ ഉയർത്തു, 91 ആയത്ത്. ഇന്നവാ ഉയർത്തു, തീർച്ചയായും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. റബ്ബ ഹാദിഹിൽ ബൽദ, ഈ രാജ്യത്തിന്റെ റബ്ബിനെ ആരാധിക്കാൻ. അല്ലദീ ഹറമഹ, ഏതാണ് ആ രാജ്യം? ഈ രാജ്യത്തെ അല്ലാഹു പവിത്രമാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഈ പറഞ്ഞത്? ചെന്നൈയിലെ റബ്ബിനെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്, കേരളത്തിലെ റബ്ബിനെ ആരാധിക്കണം എന്നല്ല പറഞ്ഞത്. ഖുർആൻ എന്താ പറഞ്ഞത്? ആദിഹിൽ ബൽദത്താണ് അല്ലദീ ഹറമഹ,
അള്ളാഹ് പവിത്രമാക്കിയ ഈ നാടിന്റെ റബ്ബിനെ ആരാധിക്കുക. ആ നാടിനൊരു പ്രത്യേകത ഉണ്ട്, ആ മക്കൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്, മനസ്സിലായല്ലോ പറഞ്ഞത്. മദീനക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ടാണ് ആ രാജ്യത്തെ കുറിച്ച് പ്രത്യേകം പറഞ്ഞത്. ആ രാജ്യത്തിന്റെ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വലഹു കുല്ലു ഷൈഇൻ, എല്ലാ വസ്തുവും അള്ളാഹുവിൻ്റെതാണ്. അത് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും എല്ലാ വസ്തുക്കളും എല്ലാവരും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. മുസ്ലിമിൻ, അതുകൊണ്ട് ഒരു മുസ്ലിം ആകാൻ, ഒരു മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു അനക്കൂന മിനൽ മുസ്ലിമിൻ, മുസ്ലിമായിട്ട് ജീവിച്ചു മരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്താ അങ്ങനെ പറയാൻ കാരണം? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഞാനിത് ക്ലാസ് റൂം ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കേട്ടോ, ഇതൊരു പ്രസംഗമല്ല, പഠന ക്ലാസ്സാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാണ്? ഇസ്ലാം മതം സ്വീകരിച്ചോ, അല്ലെ? ഇസ്ലാം മതം സ്വീകരിച്ചോ മുസ്ലിം. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനും സുന്നത്തും. ഈ മതത്തിന്റെ പ്രമാണം ഏതാ? ആദ്യത്തെ രണ്ട് പ്രമാണം ഏതാ? ഖുർആനും സുന്നത്തും, അല്ലെ? അപ്പൊ ദീൻ എന്ന് പറഞ്ഞതാണ്, അല്ലെ? ഉറപ്പല്ലേ? ആ ദീന് അല്ലെ റസൂലുള്ളാഹി പൂർത്തിയാക്കിയത്. അല്ലയോ അക്ബരത്തിലേക്കും ദീനക്കും, ആ ദീൻ ഏതാണ്? ദീനുൽ ഇസ്ലാമാണ്, അല്ലെ? ആ ദീന പൂർത്തിയാക്കിയത്. അപ്പൊ ആ ദീനിന്റെ ഉള്ളിൽ ജീവിക്കുന്നതാണ് മുസ്ലിം. ആ പൂർത്തിയാക്കിയ ദീനിന്റെ പുറത്ത് കടന്നവൻ ആരാ? മനസ്സിലായില്ല? ആ പൂർത്തിയാക്കിയ ദീനിന്റെ പുറത്തേക്ക് ഒരാൾ കടന്നാൽ, പുറത്തേക്ക് കടക്കലെപ്പോഴാണ്? ഇതിൽ ഇല്ലാത്തത് ചെയ്യുമ്പോഴാണ്, അല്ലെ? പുറത്തുള്ളത് ഇതിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഓനാരാ? ദീനിന്ന് പുറത്തുപോയി. ഇത് നിസ്സാര കാര്യമില്ല. മതം അള്ളാന്റെ റസൂല് പൂർത്തിയാക്കി തന്ന അള്ളാന്റെ മതമാണ് ദീനുല്ലാഹി ഇസ്ലാം. അള്ളാന്റെ മതമാണ് ഇത്, അല്ലെ? ആ അള്ളാന്റെ മതത്തിൽ നമുക്കൊന്നും കൂടിച്ചേർക്കാൻ പറ്റില്ല. അങ്ങനെ അള്ളാന്റെ മതത്തിൽ ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ എന്തായിരിക്കും അവന്റെ അവസ്ഥ? ആ മതത്തിൽ നമ്മൾ പുറത്തുനിന്ന് ഉറപ്പല്ലേ? ആണോ? അല്ലേ? അപ്പൊ അത് കൽപ്പിക്കപ്പെട്ടത് എന്താണ്? മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കണം. മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കാനാണ്. എനിക്ക് ഇസ്ലാമിന്റെ പേരുണ്ടാക്കി കാര്യമില്ല. എന്റെ വാപ്പാന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്, എന്റെ പേര് മുസ്ലിമിന്റെ പേരാണ്, എന്റെ റേഷൻ കാർഡിലും എന്റെ ആധാറിലും പാസ്പോർട്ടിലൊക്കെ ഇസ്ലാം മുസ്ലിം മാപ്പിളാണ്. അതുകൊണ്ട് കാര്യമില്ല. അതല്ല പറഞ്ഞത്, ആ മുസ്ലിം അല്ല പറഞ്ഞത്. മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഈ മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചു മരിക്കണം. ആ, ഇനി ബാക്കി വായിക്കി, അപ്പൊ നിങ്ങൾക്ക് കിട്ടും എന്താണെന്നുള്ളത്. അടുത്ത ആയത്തിന്റെ തുടക്കം. ആ വായിക്കി, 2 വായിക്കി. ഖുർആൻ ഓതി കേൾപ്പിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ ഓതി കേൾപ്പിക്കുവാനും ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ ബാക്കി ഞാൻ അർത്ഥങ്ങൾക്കായി വായിച്ചോളി. അതുകൊണ്ട് ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചത് അതിന്റെ ഗുണം അവൻ. അപ്പൊ ഈ സന്മാർഗം സ്വീകരിക്കൽ കൊടുക്ക ഖുർആനാണ്. നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ വരണെന്തിനാ? ഖുർആൻ ക്ലാസ്സിൽ വരുന്നത് ഇനിയിപ്പോ എന്നെ വിളിച്ച ആൾക്ക് ഞാൻ പോയിട്ട് ചെങ്കിൽ മുമ്പരക്കിനോട് വെറുപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ടല്ല ഖുർആൻ ക്ലാസ്സിൽ വരണ്ടേ. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഖുർആൻ ക്ലാസ്സിൽ വേണം. ഖുർആൻ ക്ലാസ്സിൽ വന്നാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് തന്നെയാണ്, വരാത്തൊരു ദോഷവും അതന്നെയാണ് പറഞ്ഞത്. ഖുർആൻ പഠിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്കാണ്, ഖുർആൻ പഠിക്കാതിരുന്ന ദോഷവും അവനവനെയാണ്, അല്ല വേറൊന്നല്ല. അള്ളാഹ് തൗഫീഖോട് കൂടി പള്ളി സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെ നടന്നോളൂ. ആൾക്കാർ എത്ര കുറഞ്ഞാലും കൂടിയാലും നടക്കും. നമ്മൾ വന്നാൽ നമുക്ക് അതിന്റെ ഗുണം കിട്ടി, പോയാൽ അതിന്റെ ദോഷം ഒക്കെ ഓരോരുത്തർക്കും ഉണ്ട്. ഖുർആനിലേക്ക് ചേർത്താ പറഞ്ഞേ. ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആരെങ്കിലും സന്മാർഗം സ്വീകരിച്ചാൽ അതിന്റെ ഗുണം അവന് തന്നെയാണ്. ഇനി അതിന്റെ ബാക്കി മറ്റൊരു വാക്യം അതിന്റെ ആശയം എനിക്ക് പറഞ്ഞേ. നമ്മൾ വായിച്ച ആയത്തിൽ എന്താണ്? പഠിക്കണ ആയത്തിൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പറയുക, തീർച്ചയായും ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാകുന്നു. അതാണ് തെറ്റിപ്പോയാൽ അതിന് ദോഷം അവനെ എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അതൊരു താക്കീതാണ്.
തീർച്ചയായും ഞാൻ മുന്നറിയിപ്പുകാരിൽ ഒരാൾ മാത്രമാകും എന്ന് നബിയെ പറയുക. അത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. സന്മാർഗം സ്വീകരിക്കണമെങ്കിൽ ആ സന്മാർഗം എവിടുന്ന് കിട്ടും? നാട്ടിൽ നടക്കും, നാട്ടിലെ ആചാരവും നാട്ടിൽ നടക്കുന്നതും തീരാന്ന് മനസ്സിലാക്കണ്ട. അങ്ങനെ ഒരാൾ മുന്നോട്ട് പോയാൽ ആ സന്മാർഗം അവന് കിട്ടൂല. സന്മാർഗത്തിൽ നിന്ന് മാറിപ്പോകും, ദുർമാർഗത്തിലേക്ക് പോകും, തെറ്റിപ്പോകും, അങ്ങനെ ജീവിച്ച് പഠിക്കേണ്ടി വരും. അതുകൊണ്ട് തീരെ ശരിക്കും പഠിക്കണം. ഖുർആനും സുന്നത്തുണ്ടോ നോക്കണം. ഒരാള് ഒരു കാര്യം പറഞ്ഞു, അപ്പൊ നമുക്ക് രണ്ട് വീക്ഷണമുണ്ട്. ഒന്ന് നബിദിനം ആഘോഷിക്കാറുണ്ട്, ആഘോഷിക്കാൻ പാടില്ല, തെറ്റാകുന്നുണ്ട്, അല്ലെ? രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടും തെളിവ് പറയുന്നു. ആ തെളിവ് എവിടെ നമുക്ക് നോക്കാം. രണ്ടാളുകൾ തമ്മിൽ ഒരു വിഷയത്തിൽ തർക്കമായി സംസാരിക്കുമ്പോൾ മൂന്നാമതൊരാൾ കേൾക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നത് ആരെ ഭാഗത്താണ് സത്യം എന്ന് മനസ്സിലാവും. ഉറപ്പല്ലേ? അല്ലെ? അതിനെന്താ വേണ്ടത്? ശ്രദ്ധിച്ച് കേട്ടാൽ മതി, പഠിച്ചാൽ മതി, വേറൊന്നും വേണ്ട. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ വെക്കി. ഇപ്പൊ നമ്മൾ ഈ ഊതുന്ന ഈ മൗലിദ് കിതാബ് ആദ്യത്തെ സഹാബികൾ ഊതിയോ ഖുലഫാഉർ ഊതിയോ ഇത് ഏത് കാലം റസൂൽ വഫാത്തായിട്ട് മരിച്ചിട്ട് എത്ര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് ഇന്ന് നബിദിനത്തിന് ഈ റബീഉൽ ഊതുന്ന മൗലിദ് കിതാബ് ഓതുന്നത് ചോദിച്ചാൽ മതി. എത്ര കൊല്ലം കഴിഞ്ഞിട്ട്? അപ്പൊ അതിന് മുമ്പ് അത് ഓതാതെ മരിച്ചുപോയ അവസ്ഥ എന്താ? ഓരോ സ്വർഗത്തിലല്ലേ? ഇനി ആ ചൊല്ലുന്ന വരികളിൽ എന്താ നിങ്ങള് ഇപ്പം ഈ ഷറഫുലനാം എന്ന് പറഞ്ഞ ഒരു കിതാബുണ്ട്. ആ ഒരു ഇങ്ങനെ ഓതുമ്പോ പിന്നെ പങ്കെടുത്ത ആൾക്കാർക്ക് അറിയാം, കുറെ ഇങ്ങനെ ഓതുമ്പോ പിന്നെ നീച്ചിട്ട് ഓതും. അതാണ് അഷ്റക്ക ബെയ്ത്ത്. അഷ്റക്ക ബെയ്ത്ത് കുറെ കാലം പണ്ഡിതർസിൽ കിതാബ് ഓതിയ കാര്യത്തിൽ ഞാനിതൊക്കെ ചൊല്ലി പഠിച്ച ഒരാളാണ്. ഒരുപാട് കാലം പണ്ഡിതർസിൽ കിതാബ് ഓതിയുടെ ഞാൻ, ഒരുപാട് കാലം ഇതിന്റെ ചോറ് തിന്ന ഒരാളാണ് ഞാൻ, ഒരുപാട് കൊണ്ടുനടന്ന ആളാണ്. അതൊന്നും ഇത് അറിയില്ലായിരുന്നു, ഇതിന്റെ അർത്ഥമൊന്നും അറിയില്ലായിരുന്നു, ഈ അഷ്റക്ക ബൈത്തിന്റെ ഗൗരവം അറിയില്ലായിരുന്നു. അതങ്ങനെ ചൊല്ലാമെന്നത് വേറൊന്നുമില്ല, റസൂലിനോട് ഡയറക്റ്റ് പ്രാർത്ഥനയാണ്. യാ ഹബീബി യാ മുഹമ്മദ് എന്നാ തുടങ്ങുന്നത് അഷ്റക്ക ബൈത്ത്. അതിലാണ് തുടങ്ങിയുള്ള വാക്കുകളൊക്കെ വരുന്നത്. നബിയെ നിങ്ങൾ അടിമയാണ് ഞാൻ, നമ്മൾ പറയാം അള്ളാന്റെ അടിമയാണ് നമ്മൾ. ഖുർആൻ എത്രയോ തവണ നബിയോട് പറയട്ടെ, നബിയെ താങ്കൾ അള്ളാന്റെ അടിമ. എത്ര തരത്തെ ഖുർആൻ പറഞ്ഞു, എല്ലാ പ്രവാചകന്മാരെ കുറിച്ച് അള്ളാന്റെ അടിമ എന്നാ പറഞ്ഞു, അല്ലെ? നമ്മൾ പറയണത് നബിന്റെ അടിമയാണ് ഞാൻ. ഇങ്ങനെ നബിനോട് അള്ള കൊടുക്കുവോ? അള്ളാന്റെ അടിമകളായ നമ്മൾ റസൂൽ ആവർത്തിച്ച് എന്നെ പറ്റി നിങ്ങള് അബ്ദുല്ലാന്നല്ലാതെ പറയരുത്. ഞാൻ ഉദ്ദൂനി കമ ആഗ്രഹത്തിന് അസാറിന് പറയാം. ഈസാ നബിയെ ക്രിസ്ത്യാനികള് വല്ലാതെ പ്രശംസിച്ച് പുകഴ്ത്തി പറഞ്ഞ പോലെ നിങ്ങൾ ഇന്നെ ആക്കരുത്. അള്ളാഹ് റസൂല ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ ഉമറുൽ ഖത്താബ് ഹദീസ് ഉദ്ധരിക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ എന്താ ക്രിസ്ത്യാനികൾ പിന്നെ ഈസാ നബിയെ പുകഴ്ത്തി വായിച്ചു തന്ന ഒരു ചെയ്ത പണി ജന്മദിനം ആഘോഷിച്ചതാണ്, അല്ലെ? ക്രിസ്തുമസ് എന്താ? ഈസാ നബിയുടെ ജന്മ കാരണം ദൈവപുത്രനാന്നാ പറഞ്ഞത്, ദൈവത്തിന്റെ സ്ഥാനത്തേക്കാ. ഇന്ന് മുസ്ലിമീങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്കാ വെച്ചത്, അള്ളാഹിന്റെ സ്ഥാനത്തേക്കാ വെച്ചത്. എങ്ങനെയുണ്ട്? റസൂലിനെ കൊടുക്കോ? അള്ളാഹിനെ പറ്റി പഠിപ്പിക്കാനാണ് റസൂൽ അമ്മ നിയോഗിച്ചത്. എന്നിട്ട് നമ്മൾ ആ ക്രിസ്ത്യാനികൾ ഈസാ നബിയെ ദൈവാക്കിയ മാതിരി നമ്മൾ മുഹമ്മദ് നബിയെ ദൈവാക്കി വെച്ചു, ഇലാഹാക്കി വെച്ചു. ആർക്കും സംശയം ഞാൻ കാണിച്ചില്ല ചൊല്ലുന്ന വെയ്ത്ത് എന്താന്നുള്ളത്. അള്ളാഹിനോട് പറഞ്ഞത് അള്ളാഹോട് പറഞ്ഞത്, അള്ളാഹ് നീയാണ് പാപങ്ങൾ കൊടുക്കുന്നത്. അതിന് പകരം ഓതി കിതാബിൽ നബിനെ വിളിച്ചിട്ടാ പറഞ്ഞത് അന്തവഫാറുഹത്തായ പാപങ്ങളൊക്കെ പൊറുക്കുന്ന നബിയങ്ങളാണെന്ന്. മുറിക്കാത്തി മഹാപാപങ്ങൾ വരെ അങ്ങനെ പൊറുക്കാണ്. അതുകൊണ്ട് എന്റെ പാപം പൊറുത്തേണേന്ന് അള്ളാഹോട്. അല്ലാതെ മറ്റാരാണ് പാപങ്ങൾ പൊറുക്കാനുള്ളത്? ഖുർആൻ എത്ര ആയത്ത? ആ ആയത്തിന് ഘടകവിരുദ്ധായിട്ട് നേരെ ഡയറക്റ്റ് റസൂലിനോട് പ്രാർത്ഥിക്കാം. എത്രമാത്രം അപകടകരമെന്ന് ആലോചിച്ചു. ഇസ്ലാം എത്ര വട്ടം പുറത്തു പോയി ആലോചിച്ചു. ഒരു ഈ മൗലിദ് കിതാബിലെ 10 വരിയില്ല, ഇസ്ലാമിന് 10 വട്ടം പുറത്തു പോകും. ഓരോ വരിയും അത്ര അപകടകരമാണ്. കാരണം ഇതൊക്കെ ആളുകൾ എഴുതിത്താക്കിയതാണ്. അപ്പൊ ദീന് എന്താണെന്ന് അറിയണം, ദീന് പഠിക്കണം, ദീനിന്റെ വൃത്തത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവിക്കണം. എങ്കിൽ മാത്രമേ സന്മാർഗം വിട്ടുള്ളൂ. ഇല്ലെങ്കിൽ വഴിതെറ്റിപ്പോകും, നരകത്തിലേക്ക് എത്തിപ്പെടും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ.
ദീൻ യഥാവിധി പഠിക്കാനും മനസ്സിലാക്കാനും അത് പ്രകാരം അമൽ ചെയ്യാനും അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു തന്നെ സഹായിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോലെ തെറ്റുകുറ്റം അള്ളാഹു വിട്ടുകൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മരണത്തെ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കൾ അള്ളാഹു സ്വാലിഹായ മക്കളാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, മാരകമായ വേദനയേറിയ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുഞ്ഞുമക്കളെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ കച്ചവടത്തിലും, നമ്മുടെ ബിസിനസ്സിലും, നമ്മുടെ മറ്റ് മനുഷ്യത്തിന്റെ മാർഗത്തിലും, നമ്മുടെ ജോലിയിലും എല്ലാം അള്ളാഹു എളുപ്പവും ജ്ഞാനത്തും വർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا ان الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك